എൻ്റെ പേര് കിരൺ. ഞാനൊരു കോളേജിലെ പ്രൊഫസറാണ്. എൻ്റെ ഡോഗ് ഇതിപ്പോൾ ഞാൻ കാണിക്കുന്ന ചൗച്ചോ എന്ന് പറഞ്ഞ ബ്രീഡാണ്. ഇവൻ്റെ പേര് സ്നോബോൾ. എനിക്ക് ചൗച്ചോ ബ്രീഡിൽ 3 ഡോഗ്സ് ഉണ്ട്. ചൗച്ചോ ബേസിക്കലി ഒരു ചൈനീസ് ബ്രീഡാണ്. അത്യാവശ്യം അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബ്രീഡാണ്. എന്നാൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു സോഷ്യലൈസിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ല പെറ്റായിട്ടും കൊണ്ടുനടക്കാവുന്ന ഒരു ബ്രീഡാണ്. എൻ്റെ കയ്യിലുള്ള 3 പേരിൽ ഒരുത്തൻ അവൻ നല്ല അഗ്രസീവാണ്. ഇവനും ഉണ്ട്, പിന്നെ ഓസ്കാർ എന്ന് പറയുന്ന ഡോഗും കൂടി ഉണ്ട്. അവരൊക്കെ അത്യാവശ്യം ജെൻറ്റിലായിട്ടുള്ള ഡോഗ്സാണ്. നമ്മളെല്ലാം ഡോഗ് ഷോസിലൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റേ നമ്മുടെ ബണ്ണി എന്ന് പറഞ്ഞ മെയിലാണ് നമ്മൾ ആദ്യം എടുത്തത്. അവനിപ്പോൾ ഏകദേശം ഒരു 5 വയസ്സായിട്ടുണ്ട്. ഇവൻ ഇപ്പോൾ 2 വയസ്സ് കഴിഞ്ഞുള്ളൂ. ബണ്ണി നമ്മളിപ്പോൾ നിലവിൽ ടൈറ്റിലെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇന്ത്യൻ ചാമ്പ്യനാണ്. ഇവനെ നമ്മൾ ഷോസിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവനും ഇനി ഒരു ടൈറ്റിലും കൂടി കംപ്ലീറ്റ് ആയാൽ ഇവനും ഇന്ത്യൻ ചാമ്പ്യനാകും. ബേസിക്കലി നമ്മുടെ ക്ലൈമറ്റിനോട് അങ്ങനെ പെട്ടെന്ന് സെറ്റാവുന്ന ഒരു ബ്രീഡല്ല ഇവർ. എന്നാൽ ഇപ്പം ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു 5 വർഷമായി ചൗച്ചോ എന്ന് പറയുന്ന ബ്രീഡിനെ മാത്രം വളർത്തുന്നു. അപ്പം ഇവരുടെ നമ്മുടെ ഇവിടെയുള്ള ഡോഗ്സിൻ്റെ ഓഫ് സ്പ്രിങ്സ് എല്ലാം നല്ല രീതിയിൽ നമ്മുടെ ഒരു കാലാവസ്ഥയിലേക്ക് അഡ്ജസ്റ്റ് ആയി വരുന്നു. ഇവർക്കൊക്കെ നമ്മൾ കെനലിൽ ഫുൾ ടൈം ഫാൻ ഇട്ട് കൊടുത്തേക്കുവാണ്. പിന്നെ നല്ല സമ്മർ സീസണിൽ ഇവർക്ക് ഇത്തിരി ചൂട് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എക്സ്ട്രീം സമ്മറിലേക്ക് വരുമ്പം. പിന്നെ ഈ ഒരു ബ്രീഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർക്ക് ബ്ലൂ കളറിലുള്ള ടങ്കാണ്. അത് വളരെ റെയറായിട്ട് ഈ ചൗച്ചോവിനും ഷാർപ്പൈ എന്ന് പറഞ്ഞൊരു ബ്രീഡിന് മാത്രമേ ഈ ഒരു ബ്ലൂ കളർ ടങ്ക് ഉള്ളൂ. പിന്നെ ഇവർ പണ്ട് മുതലേ ഉള്ള ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ബ്രീഡാണ്. ഏകദേശം ഒരു 3000 ഇയേഴ്സ് ബിഫോർ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന ബ്രീഡാണ് ചൗച്ചോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ പുതിയതായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ബ്രീഡ്സിന് ഉള്ള പോലത്തെ അസുഖങ്ങളെല്ലാം വളരെ കുറവാണ്. പിന്നെ ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഹെയർ ഉള്ള ബ്രീഡിൽ സാധാരണ നമുക്ക് അറിയാം എല്ലാ ഹെയർ ഉള്ള ബ്രീഡിൻ്റെ ഹെയർ താഴേക്ക് ഇങ്ങനെ തൂങ്ങിയായിരിക്കും കിടക്കുന്നത്. പക്ഷേ ഇവരുടെ ഒരുമാതിരി ചെറഞ്ഞ് നിൽക്കുന്ന ഒരു ഹെയറാണ്. അത് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഹെയറാണ്. അപ്പം ആ ഒരു ഹെയർ കണ്ടീഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് കമ്പയർ ടു ബാക്കി ഹെയർ ഉള്ള ഡോഗ്സിനെ വെച്ച് നോക്കുമ്പോൾ ഷെഡിങ് ഭയങ്കര കുറവാണ്. വളരെ കുറച്ച് ഷെഡിങ് ഇവർക്ക് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളൂ. പിന്നെ നമ്മുടെ ഒരു പ്രോപ്പർ ഗ്രൂമിങ്, അതായത് ഒരു ഡെയിലി ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൻ്റെ അകത്താണെങ്കിലും വളരെ സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു ബ്രീഡാണ്. നമ്മളിപ്പോൾ ഇത്രയും 3 ഡോഗ്സ് ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ ഒരു ഡെയിലി ഗ്രൂമിംഗ് ഒന്നും നടക്കാറില്ല. അതുകൊണ്ട് നമ്മളിവരെ കൂട്ടിലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവരുടെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ഒരു ഡോഗ്സിൽ നിന്ന് ഭയങ്കര ഡിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. കാരണം വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു നേച്ചറാണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു നേച്ചർ എന്ന് പറഞ്ഞാൽ ഇവർ ഒരു ടെറിട്ടറി ഗാർഡിങ് അങ്ങനെ ഒരു മൈൻഡല്ല ഇവരുടെ ഒരു മൈൻഡ് എന്ന് പറയുന്നത് ഇവരെ ഡിസ്റ്റർബ് ചെയ്യാൻ ആരും ചെല്ലരുത് എന്ന ഒരു രീതിയാണ്. അതായത് ഒരു ഭയങ്കര ഓണറിനോടുള്ളൊരു അഫെക്ഷനോ അങ്ങനെ ഒരുപാട് ഇപ്പം നമ്മുടെ അടുത്ത് ഭയങ്കരമായിട്ട് കൊഞ്ചാൻ വരലോ അങ്ങനെയൊന്നും ഇവർ ചെയ്യില്ല. ഇവർ ഭയങ്കര ഇൻഡിപെൻഡൻ്റ്, ഒരു സിംഹത്തിൻ്റെ സ്വഭാവങ്ങളാണ് ഇവർക്ക് കൂടുതലായിട്ട് എപ്പോഴും ഉള്ളത്. അഗ്രസീവ് ആവുന്ന ഡോഗ്സ് നല്ല അഗ്രസീവാണ്. നമ്മളതിനെ പ്രോപ്പറായിട്ട് സോഷ്യലൈസ് ചെയ്തില്ലെങ്കിൽ ഓണേഴ്സിന് പോലും ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായി വരും. പക്ഷേ നമ്മൾ വളരെ നന്നായിട്ട് സോഷ്യലൈസ് ചെയ്ത് നമുക്ക് കുട്ടികളൊക്കെ ആയിട്ടാണെങ്കിലും വളരെ ഫ്രണ്ട്ലി ആയിട്ട് പോകുന്നൊരു ഡോഗാണ്. പിന്നെ ഇവരുടെ ഒരു ഇതെന്ന് വെച്ചാൽ ഇവരൊരു കണ്ടാൽ വലിയൊരു ഹ്യൂജ് സൈസാണെന്ന് തോന്നുമെങ്കിലും ഒരു 25 കിലോയ്ക്ക് താഴെയാണ് ഒരു അഡൽട്ടിൻ്റെ വെയിറ്റ് വരുള്ളൂ. കാരണം ഈ രോമം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് ഒരു ഹ്യൂജ് സൈസ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൽഡർലി ആയിട്ടുള്ള ആളുകൾക്കും ഹാൻഡിൽ ചെയ്യാനൊക്കെ ഭയങ്കര ഈസി. അതായത് നമ്മളെ വലിച്ചുകൊണ്ട് പോവുക, അങ്ങനെ നമ്മളെ വലിച്ചു വീഴ്ത്തിക്കുക, അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇവരെ കൊണ്ടില്ല. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ നീറ്റ്നെസ്സാണ്. അതായത് നമ്മൾ ഈ ബാക്കി ഇപ്പോൾ ഞാൻ ഒരുപാട് ബ്രീഡ്സിനെ വളർത്തിയിട്ടുണ്ട്. അതായത് ഈ പോയി ചെളി കിടന്ന് ഉരുളുക, പോയി ചുമ്മാ മണ്ണ് മാന്തി അങ്ങനെ മേത്തൊക്കെ ചെളിയാക്കുക, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇവർ ചെയ്യില്ല. പിന്നെ വളരെ ഈ ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ വളരെ ഈസിയാണ്. കാരണം ഇവരിപ്പോൾ ഇപ്പോൾ നമ്മൾ കൂട്ടിലാണ് വളർത്തണത് അല്ലെങ്കിൽ വീട്ടിൻ്റെ അകത്താണ് വളർത്തണമെങ്കിൽ അവിടെ അവർ ഒരു രീതിയിലും വൃത്തികേടാക്കില്ല. ടോയ്ലറ്റ് ട്രെയിനിങ് എല്ലാം അവരെ ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് ഈവൻ ഒരു പപ്പീനെ പോലും ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്തെടുക്കാം. അതേപോലെ നീറ്റ്നെസ് ഉള്ളൊരു ബ്രീഡാണ്. അത് ഈ ഒരു ബ്രീഡിൻ്റെ വല്ലാത്ത ഒരു പ്രത്യേകതയാണ്. കാരണം ബാക്കി ഏത് ഡോഗ്സിനും നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ മിനിമം ഒരു 1 വീക്കെങ്കിലും വേണ്ടി വരും. പക്ഷേ ഇവരെയൊക്കെ നമ്മൾ ഒരൊറ്റ ദിവസം കാണിച്ചു കൊടുത്താൽ അവർ ആ ഒരു കാര്യത്തിൽ വളരെ അത് ആ ബ്രീഡിൻ്റെ തന്നെ ഒരു നീറ്റ്നെസ്സാണ്. പിന്നെ അങ്ങനെ ഹൈലി ട്രെയിനബിൾ ഒന്നുമല്ല. അതായത് നമ്മളിപ്പോൾ ഭയങ്കരമായിട്ട് ഒരു ഒബീഡിയൻസ് ട്രെയിനിങ് കൊടുക്കണം എന്ന് വിചാരിച്ചാലൊന്നും ഇവരുടെ അടുത്ത് അത്ര നടക്കില്ല. ബേസിക്കലി ഇച്ചിരി മടിയന്മാരാണ്. അത് നമ്മളിപ്പോൾ ട്രെയിൻ ചെയ്ത് വിളിച്ചാൽ വരണം എന്ന് വിചാരിച്ചാലൊന്നും അവർ വന്നോളണമെന്നില്ല. അത് അവരുടെ ഇഷ്ടം. അവർക്ക് തോന്നുവാണെങ്കിൽ ചിലപ്പോൾ വരും,
ചിലപ്പോൾ വന്നില്ല എന്ന് വരും. ആ ഒരു അതാ പറഞ്ഞത്, വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഇവൻ നമ്മുടെ രണ്ടാമത്തെ ഡോഗാണ്, ചൗച്ചോ, രണ്ടാമത്തെ ചൗച്ചോ ആണ്. നമ്മുടെ ആദ്യത്തെ ഡോഗ് അവൻ നല്ല അഗ്രസീവാണ്. നല്ല അഗ്രസീവ് എന്ന് വെച്ചാൽ അവൻ ഇവിടെ ഒരു വാർണിംഗ് ഇല്ലാതെ കയറി വന്നിരിക്കുന്ന ആളുകളെയൊക്കെ കടിച്ചിട്ടുണ്ട്. അവൻ നമ്മുടെ തന്നെ റിലേറ്റീവ്സിലൊക്കെ ആണെങ്കിലും കുറേ പേരെ അവൻ കടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവനെ ഞങ്ങൾ നല്ല രീതിയിൽ സോഷ്യലൈസ് ചെയ്താണ് വളർത്തിയത്. സോഷ്യലൈസ് ചെയ്ത് വളർത്തിയെങ്കിൽ പോലും പുറത്തുനിന്ന് ഒരാൾ, ഒരു സ്ട്രേഞ്ചർ വന്നാൽ, കാരണം ഇവർ ബേസിക്കലി സ്ട്രേഞ്ചേഴ്സായിട്ട് അത്ര കംഫർട്ടബിൾ അല്ല. ഒരു പുറത്തുനിന്ന് ഒരാളെ വന്നാൽ ഇവർ ഇപ്പം നമ്മൾ കൂടെ നിന്ന് ഒന്ന് കൈ പിടിച്ചൊക്കെ തൊഴിച്ചാലാണ് ഇവൻ ഓക്കെ ആവുള്ളൂ, ഇല്ലെങ്കിൽ അവൻ കുരയ്ക്കും. പക്ഷെ ഇവൻ കടിക്കൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. മറ്റവൻ ഇച്ചിരി അഗ്രസീവാണ്. അവൻ ആരെങ്കിലും കയറി വന്ന് അവൻ എന്താണെങ്കിലും കടിക്കും. പിന്നെ നമ്മുടെ വീട്ടുകാരുടെ അടുത്ത് വളരെ ഫ്രണ്ട്ലി നേച്ചറാണ്. നമ്മുടെ അടുത്ത് ഒരിക്കലും അഗ്രസീവ് ആവില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. കുട്ടികളുടെ അടുത്താണെങ്കിലും ഇവിടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്താണെങ്കിലും ഒന്നും ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മുടെ അടുത്താണെങ്കിൽ നമ്മളിപ്പോൾ അങ്ങനെ ഒരുപാട് ടൈം ഡോഗിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണമെന്ന് അവരും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ദിവസം ഒക്കെ വീട്ടിലില്ലാതെ വന്നാലാണ് ഇവരൊന്ന് ഓടി നമ്മുടെ അടുത്തേക്ക് ഒന്ന് സങ്കടമൊക്കെ കാണിക്കുള്ളൂ ഇല്ലാതിരുന്നതിൻ്റെ. അല്ലാതെ ഇപ്പോൾ രാവിലെ സാധാരണ ഡോഗ്സൊക്കെ നമ്മൾ രാവിലെ പോയിട്ട് വൈകുന്നേരം വരുമ്പോഴേക്കും നമ്മളെ കണ്ട ഒരു എക്സൈറ്റഡായി ഓടി വരുന്ന രീതി, അങ്ങനെയൊന്നും ഇവർ അത്രയ്ക്ക് ഞങ്ങളൊരു നമുക്ക് എടുത്ത് മടി വെച്ച് അങ്ങനെ കടിൽ ചെയ്തുകൊണ്ട് നടക്കാവുന്ന ഒരു ബ്രീഡൊന്നുമല്ല. അത്യാവശ്യം അഗ്രസീവായിട്ട് നമുക്കൊരു ഗാർഡിങ് പർപ്പസിനൊക്കെ ആണ് ഉണ്ടെങ്കിൽ ഒരു പെർഫെക്റ്റ് ഡോഗാണ്. നമ്മളതിലൊരു നല്ല രീതിയിലുള്ളൊരു സൗന്ദര്യമുള്ളൊരു ഡോഗിനെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു പെർഫെക്റ്റ് ചോയ്സാണത്. ഇതാണ് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന ചൗച്ചൗ. ഈവൻ്റെ കളറിനെ ക്രീം എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ട സ്നോബോളിൻ്റെ കളറ് അത് വൈറ്റ് കളർ എന്നാണ് പറയുന്നത്. പക്ഷേ ചൗച്ചൗവിൽ മെയിനായിട്ട് 4 വെറൈറ്റി കളേഴ്സാണ് വരുന്നത്. ഒന്ന് വൈറ്റ് വരുന്നുണ്ട്. വൈറ്റ് എന്ന് പറയുമ്പോഴും ഒരിക്കലും പ്യുവർ വൈറ്റ് അല്ല, കാരണം ഒരു ക്രീം ഷെയ്ഡ്സ് എപ്പോഴും അതിൽ കാണും. ചെവിയിലും മേത്തൊക്കെ ചെറുതായിട്ട് ക്രീം ഷെയ്ഡ്സ് കാണും. പിന്നെ വരുന്നത് ഇതാണ് ക്രീം ഷെയ്ഡ്. അതൊരു ഡബിൾ ലെയർ പോലെ, അതായത് ഒരു ക്രീമും വൈറ്റിൻ്റെ ഒരു കോമ്പിനേഷനായിട്ടാണ് വരുന്നത്. പിന്നെ റെഡ് കളർ വരുന്നുണ്ട്. റെഡ് കളർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ബ്രൗണിഷ് കളറായിരിക്കും ഡോഗ് വരുന്നത്. അതിൽ പല വേരിയേഷൻസ് വരുന്നത്, അതായത് ഡാർക്ക് ബ്രൗണിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ബ്രൗണിൻ്റെയും വൈറ്റിൻ്റെ ഒരു ഷെയ്ഡായിട്ട് വരുന്ന പോലെയുണ്ട്. പിന്നെ കോമൺ ആയിട്ടുള്ളൊരു കളർ ബ്ലാക്കാണ്. ഈ 4 കളറാണ് മെയിനായിട്ട് നമ്മൾ ചൗച്ചൗവിലുള്ള. പിന്നെ വളരെ റെയറായിട്ട് ചോക്ലേറ്റ് അങ്ങനെയുള്ള കളേഴ്സ്, ബ്ലൂ എന്നൊക്കെ പറയുന്ന കളേഴ്സ് റെയറായിട്ടുണ്ട്. ഇപ്പോൾ ഇവൻ്റെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇവന് കുറച്ചും കൂടി ഹെയർ ലെങ്ത് കൂടുതലാണ്. കാരണം വെച്ചാൽ ഇവൻ എൻ്റെ ഫാദർ റഷ്യൻ ഇമ്പോർട്ടാണ്. അപ്പോൾ കുറച്ചും കൂടി ഒരു ട്രൂ ബ്രീഡ് ക്യാരക്ടറിസ്റ്റിക് ആണ് ഇവർക്കുള്ളത്. ഈ ഒരു ഹെയർ ആണ് ശരിക്കും പറഞ്ഞാൽ ചൗച്ചൗവിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു ഹെയർ ലെങ്ത് ആണ്. നമ്മൾ നേരത്തെ കണ്ടത് ഒരു ചൈനീസ് ഇമ്പോർട്ടിൻ്റെ കുട്ടിയാണ്. ചൈനീസ് ഇമ്പോർട്ട് എന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ചും കൂടി സൈസ് കൂടുതലായിരിക്കും. പിന്നെ രണ്ടിൻ്റെ ഹെഡ് ടൈപ്പിനും വ്യത്യാസമുണ്ട്. അത് ഇവൻ്റെ കുറച്ചും കൂടി നമ്മളൊരു റൗണ്ട് ഫേസ് എന്നാണ് ഇവൻ്റെ ഫേസ് ടൈപ്പിന് പറയുന്നത്. നേരത്തെ കണ്ടതിന് ഒരു വൈറ്റ് ടൈപ്പ് ഫേസ് എന്നാണ്. അപ്പോൾ കുറച്ചും കൂടി ഒരു സെമി സർക്കിൾ ഷേപ്പായിരിക്കും അവരുടെ ഫേസ്. ഇപ്പം ഈ ഒരു ടൈപ്പിൽ, അതായത് ഇത്രയും ഹെയർ ഉള്ള ടൈപ്പ് ഇപ്പോൾ ശരിക്കും വളരെ റെയറാണ്. കാരണം എല്ലാം ചൈനീസ് ഇമ്പോർട്ടാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചൈനീസ് ലൈനേജിലുള്ള കുട്ടികളാണ് ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ ഒരു ടൈപ്പ് ഇത്ര ഹെയർ ഉള്ളത് വളരെ റെയറായിട്ടാണ് ഇപ്പോൾ നമുക്ക് കിട്ടാറില്ല എന്ന് തന്നെ പറയാം. നമ്മുടെ ഒട്ടും അവൈലബിൾ അല്ല. അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസിൽ നിന്നോ വല്ലതും ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. ഇപ്പോൾ ഇവൻ ശരിക്കും എന്ന് പറഞ്ഞാൽ നല്ല അഗ്രസീവായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഓണേഴ്സിൻ്റെ അടുത്തൊന്നും കുഴപ്പമില്ല. പക്ഷേ വേറെ പുറത്തുനിന്ന് ഒരാൾ ഇവൻ്റെ അടുത്തേക്ക് വന്നാൽ ഇവൻ എന്താണെങ്കിലും കടിക്കും. കാരണം അത് തന്നെയാണ് ഇവരുടെ ബേസിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്, ഒരു ബൈ നേച്ചർ എന്ന് പറഞ്ഞാൽ. കാരണം ചൈനീസ് ഹിസ്റ്റോറിക്കലിലൊക്കെ ഇവരെ ഒരു വാർ ഡോഗായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു ബ്രീഡാണ്. പിന്നെ നമ്മുടെ ഒരു ടൈമിങ്ങിലേക്കൊക്കെ വന്നപ്പം ഇവർ കുറച്ചും കൂടി ഒരു വീട്ടിൽ വളർത്താവുന്ന നേച്ചറിലേക്ക് വന്നതാണ്. എന്നാൽ പോലും ആ ഒരു ട്രെയ്റ്റ്സ് ഇവരുടെ ഇടയിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ അതുതന്നെ നമ്മളൊന്ന് സോഷ്യലൈസ് ചെയ്ത് വളർത്തിയില്ലെങ്കിൽ ഇവർ അഗ്രസീവ് ആകും. പക്ഷേ ഇവർ അഗ്രസീവ് ആകുക എന്ന് പറയുന്നത് അതെപ്പോഴും സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്താണ്. കാരണം അവർ ഒട്ടും കംഫർട്ടബിൾ അല്ല. അവർക്കൊരു പരിചയമില്ലാത്ത ഒരാളുടെ അടുത്ത് അവർ അത്ര കംഫർട്ടബിൾ ആണ് ബേസിക്കലി. പിന്നെ ഇത്തിരി മടിയും കൂടുതലുള്ള ഒരു ബ്രീഡാണ് അവർ. മറ്റേ ഒരുപാട് നമുക്ക് വലിയ ട്രെയിനിങ് ആക്ടിവിറ്റീസോ അങ്ങനെ ഒരു ഡെയിലി വാക്കിംഗ് റൂട്ടീനോ ഒന്നും അവർക്ക് അങ്ങനെ ആവശ്യമില്ല, വലിയ താല്പര്യവും ഇല്ല. അങ്ങനെ എന്നും നമ്മൾ നടക്കാൻ കൊണ്ടുപോകാമെന്നൊന്നും പറഞ്ഞാൽ ഒന്നും വലിയ പോയാൽ പോലും അധികം ദൂരമൊന്നും അവർ നടക്കാനൊന്നും കൂട്ടാകില്ല. ഒരു 1 കിലോമീറ്ററിന് താഴെയൊക്കെയാണ് അവരെങ്ങനെയാണെങ്കിലും നടക്കുകയുള്ളൂ.
പിന്നെ ബേസിക്കലി എന്ന് വെച്ചാൽ ഫുഡും അതേപോലെ അങ്ങനെ വലിയ കാര്യമായിട്ട് കഴിക്കില്ല. കാരണം ഇവരുടെ ഒരു അഡൾട്ട് വെയിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 25 kg അടുത്തേ വരുന്നുള്ളൂ. അപ്പം അതിനനുസരിച്ചുള്ള ഭക്ഷണം മതി ഇവർ. പിന്നെ അങ്ങനെ ഒരു വലിയ ഫുഡിനോട് അങ്ങനെ വലിയ താല്പര്യമുള്ളവർ, അവർക്ക് വേണ്ട ഒരു ബേസിക് ഫുഡ് വേണം എന്നുള്ള ഒരു ഇത് മാത്രം. കാരണം ആക്ടിവിറ്റീസ് ഭയങ്കര കുറവാണ്. ഇവർ ബേസിക്കലി അങ്ങനെ അത്ര അജൈലായിട്ടുള്ളൊരു ബ്രീഡല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഒരു ഫുഡ് ഇൻടേക്കേ അവർ എടുക്കുള്ളൂ. ഒരിക്കലും നമുക്കൊരു ഒബീസ് ആയിട്ടുള്ളൊരു ചൗച്ചോനൊന്നും ഒരിക്കലും കാണാൻ പറ്റില്ല. കാരണം അവർ അത്ര വളരെ മിനിമൽ എമൗണ്ടിൽ മാത്രമാണ് അവർ ഫുഡ് എടുക്കത്തുള്ളൂ. പിന്നെ നമ്മൾ ബേസിക്കായിട്ട് ഈ ഹെയർ കണ്ടീഷൻസ് ഒക്കെ കൊടുക്കാൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ബേസിക്കായിട്ടുള്ള വൈറ്റമിൻസും അതിനുള്ള ആസിഡ്സും ഒക്കെ നമ്മൾ കൊടുക്കണം എന്നുള്ളൂ. അതായത് omega-3 omega-6 കണ്ടൻ്റ് ഉള്ള ഫുഡൊക്കെ കൊടുത്താലാണ് നമുക്ക് ഈ ഒരു ഹെയർ ക്വാളിറ്റി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. ബേസിക്കലി എനിക്കെപ്പോഴും ഒരു വെറൈറ്റി ബ്രീഡ്സ് വളർത്താൻ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. അപ്പോൾ ഞാൻ നേരത്തെ എനിക്ക് സെയിൻറ്റ് ബെർണാർഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ഡോഗ്സൊക്കെ ഡെഡായി കഴിഞ്ഞപ്പം പിന്നെ കുറേ നാളെ ഞാൻ ഡോഗ്സിനൊന്നും വളർത്തിയില്ല. അപ്പോൾ പിന്നെ എന്നാൽ ഒരു നല്ല ബ്രീഡിനെ നോക്കാം എന്ന് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ അധികം കോമൺ അല്ലാത്തൊരു ബ്രീഡ്, എന്നാൽ അത്യാവശ്യം ക്ലൈമറ്റുമായിട്ടൊന്ന് അഡ്ജസ്റ്റായി പോകുന്ന ഒരു രീതിയിലുള്ള ബ്രീഡ്. പിന്നെ ബേസിക്കായിട്ട് ഇനി നേരത്തെ ഉണ്ടായിരുന്ന ഡോഗ്സൊക്കെ ഇത്തിരി അസുഖം വന്ന ഏർലി സ്റ്റേജിലാണ് മരിച്ചത്. അപ്പോൾ അത് കാരണം അങ്ങനെ അസുഖങ്ങൾ അധികം വരാത്തൊരു ബ്രീഡ് വേണം എന്നുള്ള ഒരു കുറേ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പം പിന്നെ കുറേ ടോയ് ബ്രീഡ്സ് ആയിരുന്നു എൻ്റെ മനസ്സിൽ. പിന്നെ എനിക്ക് ബേസിക്കലി അത്ര ചെറിയ ബ്രീഡ്സിനോട് വലിയ താല്പര്യമില്ല. ഇത്തിരി സൈസും വേണം, ഇത്തിരി അഗ്രസീവ് മൈൻഡുള്ള ബ്രീഡ്സിനെയാണ് എനിക്ക് ജനറലി താല്പര്യം. അപ്പം അങ്ങനെ എൻ്റെ എല്ലാ കണ്ടീഷൻസും ഒത്തു നോക്കിയപ്പം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ചൗച്ചോ ആണ്. പിന്നെ ചൗച്ചോ ഒരെണ്ണത്തിനെ വാങ്ങിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവരെ വളർത്തുന്നതിൻ്റെ ഒരു കംഫർട്ട്, അതായത് നമുക്ക് അധികം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട, അധികം ഭക്ഷണത്തിൻ്റെ ചിലവില്ല, നമുക്കങ്ങനെ മെയിൻ്റനൻസിന് വേണ്ടി ഒരുപാട് നമുക്ക് എക്സ്പെൻസും ടൈമും അധികം സ്പെൻഡ് ചെയ്യേണ്ട, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം മറ്റൊരു ബ്രീഡിനെ കുറിച്ച് ചിന്തിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായി പോയി. അത്ര ആ രീതി. അതുകൊണ്ടാണ് ഇപ്പം പിന്നീട് വാങ്ങിച്ച ഡോഗ്സും എല്ലാം ചൗച്ചോ തന്നെ വാങ്ങിച്ചത്. പിന്നെ നമ്മൾ ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ ഇവനെയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ കുറേ ഫീമെയിൽ ഡോഗ്സൊക്കെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിലും ഒക്കെ ആയിട്ട് ഉണ്ട്. അപ്പോൾ അത് നമ്മളങ്ങനെ സ്റ്റഡിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ പപ്പീസ് ഇപ്പോൾ ഇവൻ്റെ ഡോട്ടറിൽ ഇപ്പോൾ നമ്മുടെ സ്നോബോളിന് പപ്പീസ് ഇറങ്ങിയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 5 കൊല്ലമായിട്ട് ഈ ഒരു ബ്രീഡ് തന്നെയാണ് ഇപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഒരു ലിറ്റർ സൈസ് വന്ന് ജനറലി ബേസിക്കലി ആവറേജ് ഒരു 3 to 6 പപ്പീസാണ് ബേസിക്കലി ലിറ്റർ സൈസ് വരാറ്. നമുക്കൊരു 6 ഒക്കെ ഒരു 5-6 പ്രാവശ്യമൊക്കെ 6 പപ്പീസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ഒരു ആവറേജ് നോക്കുവാണെങ്കിൽ 4 പപ്പീസാണ് അവരുടെ ഒരു ലിറ്റർ സൈസ്. ആ ഒരു രീതിയിലാണ് എപ്പോഴും പപ്പീസ് ഉണ്ടാവാറ്. പിന്നെ പപ്പീസ് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ പല കളേഴ്സും വരാറുണ്ട് കേട്ടോ. അത് നമ്മൾ 2 വൈറ്റ് ഡോഗ്സിനെ തമ്മിൽ മേറ്റ് ചെയ്തിട്ട് നമുക്ക് ബ്ലാക്ക് കളർ പപ്പി വരെ ഇറങ്ങിയിട്ടുണ്ട്. അത് ചിലപ്പോൾ അവരുടെ ഏതെങ്കിലും ലൈനേജിലൊക്കെ ആ കളേഴ്സ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് വരുന്നതായിരിക്കാം. എന്താണെങ്കിലും പപ്പീസും ആൾക്കാർ നമ്മുടെ ഇവിടെ അധികം ഇല്ലാത്തത് കൊണ്ട് നല്ല രീതിയിൽ ഡിമാൻഡുണ്ട്, ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട് പപ്പീസിനെ. നമ്മുടെ ജനറലി പപ്പീസിൻ്റെ നമ്മളൊരു 40 to 50 ആ റേഞ്ചിലൊക്കെ ആണ് പപ്പീസിനെ കൊടുക്കാറ്. അത് ഡിപ്പെൻഡിങ് ഓൺ ദ ഫീമെയിലിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യാറുള്ളൂ. അതായത് ഇവരെ നമുക്ക് ഞാൻ ബേസിക്കലി മനസ്സിലാക്കുന്നത് നമുക്കെന്ന് വെച്ചാൽ നമുക്ക് എല്ലായിടത്തും സംഭവിക്കുന്നത് നമുക്കെന്ന് വെച്ചാൽ ഒരു ഡോഗിനെ കെയർ ചെയ്യാനുള്ള സമയം നമുക്ക് വളരെ കുറവാണ്. നമ്മുടെ എല്ലാ തിരക്കുകളിലും പറ്റും. അങ്ങനെ ഒരു കെയർ വളരെ കുറച്ച് മതി എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ എപ്പോഴും ഒരു ക്രൗഡ് പുള്ളറാണ്. നമ്മളിപ്പോൾ ഡോഗ് ഷോയിലൊക്കെ കൊണ്ടുപോയി ഞങ്ങൾ ഏറ്റവും അറ്റത്ത് കൊണ്ടുപോയി വണ്ടിയിൽ അടച്ചുപൂട്ടിയേ വെക്കാറ്. കാരണം ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ചുറ്റും കൂടും. എന്നാൽ ചുറ്റും കൂടിക്കഴിഞ്ഞ് ഇവരെപ്പോഴാണ് അടുത്ത് അഗ്രസീവ് ആണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. അപ്പോൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നല്ല ക്യൂട്ടാണ്, നല്ല രസമാണെന്ന് പറഞ്ഞ് ഓടി വന്ന് തൊടാനും വരും. അങ്ങനെ ഒരു ഇതുണ്ട്. എല്ലാവർക്കും കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ലുക്കാണ് അവന്. പ്രത്യേകിച്ച് എല്ലാവരും പറയും ഈ ഹെയർ കാണുമ്പോൾ ഒരു സിംഹത്തിൻ്റെ ലുക്കുണ്ടെന്നൊക്കെ എല്ലാവരും എപ്പോഴും പറയും. പിന്നെ ഒരുപാട് പേര് പിന്നെ അധികം ആൾക്കാർക്ക് കോമൺ അല്ലാത്തതുകൊണ്ട് അധികം ആൾക്കാർക്ക് അറിയില്ല. അതാണ് പലരും ചോദിക്കുന്നത് ടിബറ്റൻ മാസ്റ്റിഫിൻ്റെ പപ്പിയാണോ എന്ന് ഒരുപാട് പേര് കാണുമ്പോൾ ചോദിക്കാറുണ്ട്. ഈ ഒരു ഷേപ്പൊക്കെ ഏകദേശം ഒരു ചെറിയ ടിബറ്റൻ മാസ്റ്റിഫിൻ്റെ ലുക്കാണ് ഇവർക്കുള്ളത്. ആ ഒരു രീതിയിൽ. പിന്നെ ഒരു ഏറ്റവും രസം എന്ന് വെച്ചാൽ ഇവരെ നമുക്ക് വളരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് നിർത്തിയാൽ പോലും നല്ല ഭംഗിയാണ് ഇവരെ കാണുന്നത്. നമുക്ക് ഒരുപാട് ടൈം അതിലേക്ക്
സ്പെൻഡ് ചെയ്യേണ്ടെന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. നമ്മളൊക്കെ വെച്ചാൽ ഇടയ്ക്ക് നടക്കാൻ കൊണ്ടുപോകുമ്പോഴൊക്കെ എന്ന് വെച്ചാൽ ഇവരെ ഒന്ന് ജസ്റ്റ് പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് നടക്കാൻ പോയിട്ട് വന്നാൽ മതി. ആ പോണ വഴിക്ക് ഇപ്പോൾ എന്ന് വെച്ചാൽ ബാക്കി വീടുകളിലെ ഡോഗ്സൊക്കെ ചാടി കുരച്ചാലൊന്നും സാധാരണ നമ്മൾ ഏത് ഡോഗിനെയും കൊണ്ടുപോയാലും അവർ തിരിച്ച് അവിടെ നിന്ന് ഇവരതൊന്നും മൈൻഡൊന്നും ചെയ്യില്ല. ഇവരുടെ കാര്യം നോക്കി അങ്ങനെ നടന്നു പോകും. അത് ഭയങ്കര ഇൻഡിപെൻഡൻറ്റ് നേച്ചർ. അത് നമുക്കൊരു ചില സമയങ്ങളിൽ ഭയങ്കര അത്ഭുതം തോന്നുന്ന പോലെ ഈ പറയണ പോലെ എന്തെങ്കിലും ചെറിയ സാധനം അനങ്ങിയാലോ അതിനൊന്നും അവർ റെസ്പോണ്ട് ചെയ്യില്ല. അവർ ശരിക്കും ഇവർ കുരയ്ക്കുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും വളരെ കാര്യമായിട്ടുള്ളൊരു കാര്യത്തിലേക്കായിരിക്കും. അല്ലാതെ വെറുതെ കിടന്ന് ബഹളം വെക്കില്ല, അങ്ങനെയുള്ള ഒരു പരിപാടിയൊന്നും ഇവർ ഒരു കാരണവശാലും കാണിക്കത്തില്ല. പിന്നെ അഗ്രസീവ് ആകുമ്പോഴും അതേപോലെ കേട്ടോ, അങ്ങനെ ഒരു വാണിംഗ് ഒന്നും തന്ന് മൊരണ്ടിട്ടൊന്നും ആയിരിക്കില്ല. അവന് ഇഷ്ടപ്പെട്ടില്ലേ കയറി കടിക്കും. അങ്ങനെ ഒരു നേച്ചറാണ്. അത് നമ്മളിപ്പോൾ നിലവിൽ ചൗച്ചോ എന്ന് പറയും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇവരെ അങ്ങ് വളർത്തി ഇതിൻ്റെ ഒരു ഈസിനെസ് ആയി കഴിയുമ്പോൾ, കാരണം എന്താ വെച്ചാൽ നമുക്ക് ഫുഡ് എക്സ്പെൻസ് ഭയങ്കര കുറവാണ്. പിന്നെ നമ്മുടെ സമയം നമുക്ക് കുറച്ച് മതി. എന്നാൽ അതേപോലെ തന്നെ നമ്മൾ ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത് ഇപ്പം നമ്മളിപ്പോൾ സാധാരണ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് വന്ന് നമ്മൾ വീട്ടിലൊരു ഡോഗ് ഉണ്ടെങ്കിൽ നമ്മുടെ മേത്ത് മുഴുവൻ കയറി മെനകേടാക്കും. അങ്ങനെയൊന്നും ഒരിക്കലും കാണിക്കത്തില്ല. ഇവർ വന്ന് നമ്മുടെ അടുത്ത് ഒന്ന് തലോടൽ കഴിഞ്ഞാൽ അവരങ്ങ് പോയിക്കോളും. അതായത് മേത്തേക്ക് ചാടിക്കയറി സ്നേഹം കാണിക്കുന്ന ചില സമയത്ത് നമുക്ക് ആ ഒരു ഇത് മിസ് ചെയ്യുകയും ചെയ്യും കേട്ടോ. കാരണം നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഡോഗ്സൊക്കെ നമ്മുടെ മേത്ത് കയറി തലയും കുത്തി നമ്മളെ മറിച്ചിടുന്ന പോലത്തെ നേരത്തെ റോട്ടൊക്കെ ഉണ്ടായിരുന്നു. ചില സമയത്ത് നമുക്ക് ആ ഒരു നേച്ചർ മിസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു ക്യാരക്ടർ ഇല്ലാത്തതിൻ്റെ വളരെ ഹാപ്പിയാണ് ഈ ഒരു ബ്രീഡ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം 3 എണ്ണം ഇനിയും പറ്റുവാണെങ്കിൽ കുറച്ച് നമുക്ക് എല്ലാ ഇന്ത്യയിൽ ഒരുമാതിരിപ്പെട്ട ഫേമസ് ആയിട്ടുള്ള മിക്ക ലൈനേജിലുള്ള ഡോഗ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പം മെയിൽ ഡോഗ്സ് ഇവനെല്ലാം നമ്മൾ ഡയറക്റ്റ് ഇമ്പോർട്ടിൻ്റെ കുട്ടികളെയാണ് എടുത്തത്. പിന്നെ ഫീമെയിലും ആണെങ്കിലും അതേ ഡയറക്റ്റ് ഇമ്പോർട്ടിൻ്റെ കുട്ടികളൊക്കെ ഒരുപാട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഇപ്പോൾ ഏറ്റവും ടോപ്പായിട്ടുള്ള എല്ലാ കെനൽസിലെയും ലൈനേജസ് നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളുടെ കയ്യിലായിട്ടുണ്ട്. പിന്നെ ഇനി എല്ലാം ഒത്തുവരുവാണെങ്കിൽ ഒരെണ്ണത്തിനെ ഇമ്പോർട്ട് ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. ഇവനെ നമ്മളിപ്പം കുറേ ഷോസിൽ പ്രസൻറ്റ് ചെയ്തതാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ലോങ് ബ്രേക്കായി. കാരണം ആ ഒരു സമയത്ത് ഷോസ് 2 കൊല്ലത്തോളം ഡോഗ് ഷോസൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവൻ ലാസ്റ്റ് ചാമ്പ്യനായപ്പോൾ കഴിഞ്ഞ തൃശ്ശൂർ ഷോയിലാണ് ഇവൻ ടൈറ്റിൽ കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ സ്നോബോളിനെ നമ്മൾ ഇപ്പോൾ കൊച്ചി ഷോയിൽ പ്രസൻറ്റ് ചെയ്തു, പിന്നെ ഊട്ടിയിൽ പ്രസൻറ്റ് ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത് ട്രിവാൻഡ്രോ കന്യാകുമാരിയോ പ്രസൻറ്റ് ചെയ്യണം. അതിലേതെങ്കിലും കൂടി കഴിയുമ്പോൾ ഒരു ടൈറ്റിൽ കംപ്ലീറ്റ് ചെയ്യുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു.